ഹലോ വെൽക്കം ടു മൈ ചാനൽ. ഞാൻ അഞ്ജിത. ഞാൻ ഇന്നിവിടെ ഒരു നാടൻ ചിക്കൻ കറിയാണ് വെക്കുന്നത്. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങളിൽ എത്തിച്ചേരുന്നതായിരിക്കും. നമുക്കിന്ന് ചിക്കൻ കറിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കാം. സവാള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മസാലക്കൂട്ടിലാണ് എടുത്തിരിക്കുന്നത്. മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, ഗരം മസാല, മഞ്ഞൾപ്പൊടി, പിന്നെ ഞാനിവിടെ കുറച്ച് ഗ്രാമ്പൂ, പട്ട, ജീരകമൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചിക്കൻ കറിയിൽ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇനി നമുക്കിവിടെ എണ്ണ ചൂടാവാൻ വെക്കാം. നമ്മുടെ എണ്ണ ഇപ്പം ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് കടുക് ഇടാം. നമ്മുടെ കടുകൊക്കെ ഇപ്പം നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് പച്ചമുളക് ഇടാം. നമ്മുടെ പച്ചമുളക് ഒന്ന് വാടി വരുമ്പോൾ നമ്മൾ അതിലോട്ട് സവാളയാണ് ഇടുന്നത്. സവാളയുടെ ഒപ്പം തന്നെ ഞാൻ ഇതിനകത്ത് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്യും. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ സവാള വഴന്ന് കിട്ടും. നമ്മുടെ സവാള ഇപ്പോൾ ഇവിടെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ആ നേരത്ത് നമുക്ക് ഇതിനകത്തോട്ട് തക്കാളി ഇടാം. ഞാനിവിടെ ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഗ്രാമ്പൂ, പട്ട, ജീരകം അതൊക്കെ കൂടി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇടാം. ഞാനിവിടെ ചിക്കൻ ഒരു വിസിലടിക്കാൻ വെച്ചിട്ടുണ്ട്. ഞാനിത് മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഉപ്പും കൂടി ചേർത്താണ് വെച്ചിരിക്കുന്നത്. ഞാൻ എപ്പോഴും ചിക്കൻ കറി വെക്കുന്നത് കുക്കറിൽ ആദ്യം ഒരു വിസിലടിച്ചിട്ടാണ്. നമുക്കിനി ഇതിലോട്ട് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആഡ് ചെയ്യാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യാം. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാലക്കൂട്ട് നമുക്കിതിലോട്ട് ഇടാം. ഇനി നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നമ്മുടെ മസാലയൊക്കെ ഇപ്പോൾ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് ആ ചിക്കൻ്റെ വെള്ളം ഒന്ന് ആഡ് ചെയ്യാം. ഇത് നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമല്ല, നമ്മൾ കുക്കറിൽ വെച്ചപ്പോൾ ചിക്കനിൽ നിന്ന് വന്ന വെള്ളമാണ്. ഈ വെള്ളം നമുക്ക് കുറവായിട്ട് തോന്നുവാണെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം കൂടി ഇതിലോട്ട് ആഡ് ചെയ്യാം. നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ മസാല നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്കിനി ചിക്കൻ ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഈ മസാലയും ചിക്കനും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്കിന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം. നമ്മുടെ ചിക്കൻ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ഈസിയും വളരെ ടേസ്റ്റിയുമായിട്ടുള്ളൊരു ചിക്കൻ റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.